ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻഫോ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിസ്സ, പാസ്ത, കോഫി, അതുപോലെ ഫുട്ബോൾ, ഫാഷൻ, ഫാസ്റ്റസ്റ്റ് കാർസ്. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് ഇറ്റലി എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു രാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇറ്റലിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വെതർ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ തരം വിസ അവൈലബിൾ ആണ്, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ലൊക്കേഷൻ, അതുപോലെ അവിടുത്തെ ജീവിത നിലവാരം, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ധാരാളം യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിൽ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി എഗ്രിമെൻറ്റ് പ്രത്യേകിച്ചും സൈൻ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ജോലി, അതുപോലെ വ്യാപാരം, എഡ്യൂക്കേഷൻ, ഇതിനെല്ലാം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുകളാണ് മെയിനായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇറ്റലിയുടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് കുറേയധികം സ്ഥലങ്ങൾ. അതുപോലെ കുറച്ച് നാൾ അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ കുറേ ഇൻഫർമേഷൻസും കൂടെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്ത് ഇറ്റലിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇറ്റലി ശരിക്കും പറഞ്ഞാൽ 8ാമത്തെ ലാർജസ്റ്റ് എക്കോണമിയാണ്. അതുപോലെ ലോകത്തിലെ പാസ്പോർട്ട് റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ 2ാമത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് റാങ്കിങ് ഉള്ള ഒരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിൽ 10 കൊല്ലം നിൽക്കുകയാണെങ്കിൽ സാധാരണയായി സിറ്റിസൺഷിപ്പ് ലഭിക്കാറുണ്ട്, ഇറ്റാലിയൻ പാസ്പോർട്ട്. അതുപോലെ 5 കൊല്ലം നിൽക്കുകയാണെങ്കിൽ PR ലഭിക്കും. അടുത്ത് നമുക്ക് ഇറ്റലിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാം. ഇറ്റലി ശരിക്കും പറഞ്ഞാൽ സൗത്ത് യൂറോപ്പിൽ വരുന്ന ഒരു രാജ്യമാണ്. ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബൂട്ടിൻ്റെ ഒരു ആകൃതിയിലാണ് ഇറ്റലി രാജ്യം കിടക്കുന്നത്. ഇറ്റലിയുടെ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയനാണ്. അതുപോലെ ഇറ്റലിയുടെ ആ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മഹാരാഷ്ട്രയുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്യാം. ഏകദേശം ആ ഒരു സൈസായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 5.9 കോടി ജനങ്ങളാണ് ഇറ്റലിയിലുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇറ്റലിയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇറ്റലിയുടെ കാലാവസ്ഥ പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് 3 ലൊക്കേഷൻസാണ് ഉള്ളത്: നോർത്ത്, മിഡിൽ, അതുപോലെ സൗത്ത്. ഇറ്റലിയുടെ നോർത്തേൺ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൈഡിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രാൻസ്, അതുപോലെ ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. പിന്നെ കൂടാതെ ആൽപ്സ് ഉണ്ട്. അപ്പോൾ ആൽപൈൻ റീജിയനാണ് നോർത്ത്. അവിടുത്തെ കാലാവസ്ഥ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലൊരു തണുത്ത യൂറോപ്യൻ കാലാവസ്ഥയാണ്. മിഡിലോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റോം, അതുപോലെ പിസ എന്നീ സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മികച്ച കാലാവസ്ഥയാണ്. കാരണം വിൻ്ററിൽ പോലും 15 ഡിഗ്രി വരെ ഉണ്ടാവും. അപ്പം നല്ലൊരു വെതറാണ് മിഡിലിൽ വരുന്നത്. സൗത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ബാരി അല്ലെങ്കിൽ നേപ്പിൾസ്, ഈ സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള സ്ഥലങ്ങളാണ്. നമ്മളെ നാട്ടിലെ ഒരു വെതറുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സദേൺ ഇറ്റലിയിൽ വരുന്നത്. അടുത്ത് മനസ്സിലാക്കാനുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഇംഗ്ലീഷ് മതി ഈ മേഖലകളിൽ ജോലി ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ട് ഫോറിനേഴ്സൊക്കെ ധാരാളം വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. ഇംഗ്ലീഷ് തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡെലിവറി ജോബ്സിനെ കുറിച്ചാണ്. ഡെലിവറി ജോബ്സിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് തന്നെ ധാരാളമുണ്ട്. അതിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് പൊതുവേ ആവശ്യം വരുന്നില്ല. ഇനി വേറൊരു മേഖലയെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മേഖലയാണ്. അഗ്രികൾച്ചറിൽ കുറേയധികം പിക്കിംഗ് ജോബ്സ് ഉണ്ട്. ഫ്ലവർ പിക്കിങ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പിക്കിങ്. അപ്പോൾ ഈ മേഖലകളിലൊന്നും ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്ത് ഇറ്റാലിയൻ ലാംഗ്വേജ് വേണ്ടാത്ത ഏരിയാസ് എന്ന് പറയുന്നത് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. വെബ് ഡിസൈന് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈന് എന്നീ മേഖലകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ജോബ്സിൽ ഇംഗ്ലീഷിൻ്റെ ആവശ്യം മതി, ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളൊരു മേഖലയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടീച്ചർ ജോബ്സാണ്. ഇതിലും ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ തന്നെ ജോലി നേടാവുന്നതാണ്. ഇനി ഇറ്റലിയിൽ ഏതൊക്കെ ടൈപ്പ് വർക്ക് വിസ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് നോർമൽ സാലറീഡ് വർക്ക് വിസയാണ്. ഇതിനൊരു എംപ്ലോയർ വേണം. അപ്പോൾ അതായത് നമുക്കൊരു എംപ്ലോയർ നമുക്ക് ജോലി തരണം. അപ്പോൾ 1 വർഷത്തേക്കാണ് ഈ ഒരു വിസ കിട്ടുന്നത്. ഇത് റിന്യൂ ചെയ്ത് 5 വർഷം വരെ കൊണ്ടുപോകാം. അടുത്ത വിസ എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് വിസയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫ്രീലാൻസറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കുള്ളൊരു ടൈപ്പ് വിസയാണ്. പക്ഷേ ഇവിടെ മിനിമം ഇൻകം എന്ന് പറഞ്ഞാൽ 8500 യൂറോ വേണം. 1 വർഷം വരെയാണ് ഈ വിസ കിട്ടുന്നത്. അടുത്ത വിസ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ നോമാഡ് വിസയാണ്.
ഈ ഒരു ടൈപ്പ് വിസ പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പം നമ്മൾ റിമോട്ടായിട്ടൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ, റിമോട്ട് ജോലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർക്ക് ഫ്രം ഹോം അതുപോലത്തെയൊക്കെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് വിസയാണ്. ഇതിന് മിനിമം 2500 യൂറോ പെർ മന്താണ് സാലറി വേണ്ടത്. ഇതൊരു ഹൈ ഇൻകം ജോബ് കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്ത കാറ്റഗറി വിസ എന്ന് പറഞ്ഞാൽ പൊതുവേ യൂറോപ്പിൽ കൊടുക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള EU ബ്ലൂ കാർഡ് വിസയാണ്. ഇത് ശരിക്കും 2 തൊട്ട് 4 വർഷം വരെ കിട്ടും ഈ ഒരു ടൈപ്പ് വിസ. അയർലൻഡിലും ഡെൻമാർക്കിലും ജോലി ചെയ്യാൻ പറ്റില്ല. നമുക്കിതിന് ഒരു എംപ്ലോയർ വേണം. അതുപോലെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ 24,000 യൂറോ തന്നെ സാലറി ആയിട്ട് കാണിക്കണം. പിന്നെ നമുക്കറിയാം ഇതിന് ഒരു ബാച്ചിലർ ഡിഗ്രി വേണം. അതുപോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് വിസയാണ്. അടുത്തതായിട്ട് വരുന്നത് സീസണൽ വർക്ക് വിസയാണ്. സീസണൽ വർക്ക് വിസ ശരിക്കും 9 മാസത്തേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്കറിയാം സീസണൽ ജോബ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് റിന്യൂവ് ചെയ്യാൻ പറ്റില്ല. 9 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വാലിഡിറ്റി കഴിയും. പിന്നെ മാർച്ച് ടൈമിലാണ് ഇതിൻ്റെ ക്ലോഷർ പീരീഡ് വരുന്നത്. ഇനിയുള്ളത് ന്യൂ ഇൻവെസ്റ്റർ വിസയും പിന്നെ സ്റ്റാർട്ടപ്പ് വിസയുമാണ്. സ്റ്റാർട്ടപ്പ് വിസ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊരു സോളിഡ് ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് വിസ കിട്ടും. ഇത് ഏകദേശം 1 വർഷത്തേക്കാണ് കിട്ടുന്നത്. ഇത് 5 വർഷം വരെ റിന്യൂ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂ ഇൻവെസ്റ്റർ വിസയാണ്. അത് ശരിക്കും 3 കാറ്റഗറി ഉണ്ട്. ഇതിൽ ആദ്യത്തേത് 5 ലക്ഷം യൂറോയാണ്. ഒരു ഇറ്റാലിയൻ ഇൻകോർപ്പറേറ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ്. പിന്നെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 2,50,000 രൂപ ഉണ്ടെങ്കിൽ 2,50,000 യൂറോ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ്. അടുത്ത മൂന്നാമത്തത് ഒരു 1 മില്യൺ യൂറോ ശരിക്കും ഒരു ചാരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കിട്ടുന്ന ഒരു ടൈപ്പ് വിസയാണ് ഈ പറഞ്ഞ ന്യൂ ഇൻവെസ്റ്റർ വിസ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം വേറെ രാജ്യങ്ങളിലൊക്കെ ഇതിനെക്കാട്ടിയും ബെറ്റർ ഓപ്ഷനുണ്ട് ഈ ഒരു കാറ്റഗറി വിസയിൽ. ഇത് ശരിക്കും PR കിട്ടുള്ളൂ, പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ട്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളിൽ, ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സിറ്റിസൺഷിപ്പ് വരെ കിട്ടും ഇങ്ങനെ ഒരു ഇൻവെസ്റ്റർ വിസ നോക്കുകയാണെങ്കിൽ. അടുത്ത വിസ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് റിസർച്ച് വിസയാണ്. ഇത് ശരിക്കും നമ്മളൊരു യൂണിവേഴ്സിറ്റിയായിട്ട് റിസർച്ച് നടത്തുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ടൈപ്പ് വിസയാണ്. ആ ഒരു പ്രോജക്റ്റ് ഡ്യൂറേഷൻ എത്രയുണ്ടോ അത്രയും കാലം നമുക്ക് ആ ഒരു വിസ കിട്ടുന്നതാണ്. അടുത്ത് നമുക്ക് ഇറ്റലിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇറ്റലിയിൽ ശരിക്കും പറഞ്ഞാൽ 100-ലധികം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ 41 യൂണിവേഴ്സിറ്റീസ് QS വേൾഡ് റാങ്കിങ്ങിൽ വരുന്നതാണ്. എഡ്യൂക്കേഷൻ്റെ ആ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മികച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ തന്നെ അഗ്രികൾച്ചർ, ടൂറിസം, IT, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളാണ് മെയിനായിട്ട് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, റോം, ഫ്ലോറൻസ്, മിലാൻ എന്നീ നഗരങ്ങളിൽ IT ജോബ്സ് വളരെയധികം ഉണ്ട്. അതുപോലെ ബാങ്കിങ്, അതുപോലെ ഫിനാൻസ് ഏരിയയിൽ. പിന്നെ എടുത്തു പറയേണ്ടത് ഫാഷൻ ഡിസൈനിനെ കുറിച്ചാണ്. ഇറ്റലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് തന്നെയാണ് അല്ലേ. അപ്പം അതിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സിറ്റി കൂടെയാണ് മിലാൻ വരുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഇറ്റലിയിൽ ധാരാളം സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ മാർക്ക് കുറവായിട്ടുള്ളവർക്ക് പോലും സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ശരിക്കും അഫോർഡബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഇറ്റലിയിലുള്ള ഓരോ സ്റ്റേറ്റും സ്കോളർഷിപ്പ് പല രീതിയിലാണ് കൊടുക്കാറുള്ളത്. എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം മുതൽ 22 ലക്ഷം വരെ കിട്ടാറുണ്ട്. ഇതിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ട്യൂഷൻ ഫീസും ലിവിങ് എക്സ്പെൻസ് എല്ലാം കവറായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫീസും കാര്യങ്ങളെല്ലാം വിശദമായി കൊടുക്കുന്ന ഒരു സൈറ്റാണ് universitali.it എന്ന് പറയുന്നത്. ഇതിൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ യൂണിവേഴ്സിറ്റി ഏതൊക്കെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ഏത് ടൈമിലാണ് ഓപ്പണിംഗ് ആകുന്നത്, അതിനെക്കുറിച്ചെല്ലാം ഉള്ള ഡീറ്റെയിൽസ് ഈ ഒരു സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. 2 ഇൻടേക്കാണ് പൊതുവായി കാണാറുള്ളത്. ഒന്ന് ഫെബ്രുവരിയിലും അതുപോലെ സെപ്റ്റംബറിലും. ഇനി സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എത്രയാണ് ഫീസ് വരുന്നതെന്ന് നോക്കാം. 6 തൊട്ട് 8 ലക്ഷം രൂപ പെർ ഇയർ ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അത് ഡിപ്പെൻസ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഇത് മാറും. അതുപോലെ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് കാണിക്കേണ്ട ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 6,000 യൂറോ മുതൽ 12,000 യൂറോ വരെ നമ്മൾ ഫണ്ട് കാണിക്കേണ്ടി വരും. അടുത്ത് നമുക്ക് ഇറ്റലിയിൽ താമസിക്കാനായിട്ട് എത്രയാണ് റെൻറ്റ് വരുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ മിനിമം ഒരു സ്റ്റുഡൻ്റൊക്കെ താമസിക്കുകയാണെങ്കിൽ 150 യൂറോ മുതൽ 250 യൂറോയാണ് ഒരാൾക്ക് വരുന്നത്. ഇതിൽ ബില്ല് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. എക്സ്ട്രാ കറണ്ട് ബിൽസൊക്കെ നമ്മൾ പേ ചെയ്യണം. ഇനി പറയാനുള്ളത് സൗത്ത് ഇറ്റലിയിൽ റെൻറ്റ് പൊതുവേ കുറവാണ് നോർത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നോർത്തിൽ മിലാൻ അതുപോലെയുള്ള നഗരങ്ങളിൽ കുറച്ചുകൂടെ റെൻറ്റ് കൂടുതലായിട്ട് വരും.
പൊതുവേ ഹൗസ് കോൺട്രാക്റ്റ് എഴുതുന്നത് 6 മുതൽ 12 മാസം വരെയൊക്കെയാണ്. ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ 12 മാസത്തേക്ക് ആണ് ഹൗസ് കോൺട്രാക്റ്റ് എഴുതുന്നത്. ഇനി ഇറ്റലിയിൽ എത്രയാണ് സാലറി വരുന്നതെന്ന് നോക്കാം. 7 മുതൽ 9 യൂറോയാണ് ആവറേജ് സാലറി വരുന്നത്. ഡെലിവറി ജോബ്സ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഹെൽപ്പിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആവറേജ് സാലറിയാണ്. നമ്മളിനി പാർട്ട് ടൈം ജോബ്, ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 400 മുതൽ 600 യൂറോ വരെയൊക്കെയാണ് ആവറേജ് മന്ത്ലി കിട്ടുന്നത്. ഇനി ഫുൾ ടൈം ജോബ് നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിനിൽ പോയി നോക്കിയാൽ തന്നെ നമുക്ക് ജോബ് സെർച്ച് ചെയ്തിട്ട് ഏതാണ് ഏരിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും എത്ര സാലറി ഒരു മന്ത് കിട്ടുമെന്ന്. അപ്പോൾ അത് ഓരോ ജോബിനനുസരിച്ച് മാറും. അതുകൊണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.